ഹായ് സുഹൃത്തുക്കളെ, കുട്ടികളുടെയൊക്കെ ടോയ് വണ്ടിക്കകത്ത് വരുന്ന ഇതുപോലത്തെ ഗിയർ ബോക്സ് മോട്ടർ ഉപയോഗിച്ച് നല്ല അടിപൊളി കിഡിലൻ ഇലക്ട്രിക് ചിറവ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇതാ കണ്ടോ ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാവോ? ഇത് ഒരു DC മോട്ടറാണ്, ഗിയർ ബോക്സ് മോട്ടർ. അതായത് ഇതുപോലെയുള്ള ടോയ് വണ്ടികളുടെയൊക്കെ അകത്ത് വരുന്ന ഒരു ഗിയർ ബോക്സ് മോട്ടറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗിയർ ബോക്സ് മോട്ടറാണ്. അപ്പോൾ ഈ ഒരു ഗിയർ ബോക്സ് മോട്ടർ വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രിക് ചിറവയാണിത്. 12 വോൾട്ട് ബാറ്ററിയിലും 12 വോൾട്ട് അഡാപ്റ്ററിലും വർക്ക് ചെയ്യുന്ന രീതിക്കാണ് ഇത് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. ഒരു ഡിഫക്റ്റും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ ഈ ഒരു ചിറവ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഗിയർ ബോക്സ് മോട്ടറാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. ഉണ്ടോ, മോട്ടർ ഇങ്ങനെ വരും. ഗിയർ ബോക്സ് സെയിം മോട്ടറാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇത് 15,000 RPM ആണെങ്കിൽ ഇത് 18,000 RPM ആണ് ഉപയോഗിച്ചേക്കുന്നത്. അത്ര വ്യത്യാസമുള്ളൂ. ഇവിടെ ഒരു ബോക്സ്, അതായത് നമ്മൾ ഈ കാർ പോർച്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4x4 സ്ക്വയർ പൈപ്പ് വാങ്ങിയിരുന്നു. അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ ബോക്സിൻ്റെ അകത്ത് ഈ ഗിയർ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇവിടെ ഒരു റൗണ്ട് പൈപ്പ് വെൽഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് 2 ബോൾ ബെയറിങ് 6001-ൻ്റെ 2 ബോൾ ബെയറിങ് കയറ്റിയിട്ടേക്കുകയാണ്. ഈ ഒരു ചിരവനാക്കിൻ്റെ ഷാഫ്റ്റ് നീളത്തിൽ ലൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ബോൾ ബെയറിങ്ങിലേക്ക് ടൈറ്റായിട്ട് ഇറക്കിയേക്കുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് മോട്ടറാണ്. ഇത് കണ്ടോ, ഇത് 12 വോൾട്ട് DC പോർട്ടാണ് വെച്ചിരിക്കുന്നത്. 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നും കൊടുക്കാം, 12 വോൾട്ട് അഡാപ്റ്ററും വെച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു C ക്ലാമ്പ് വെൽഡ് ചെയ്ത് ഇതുപോലെ നമുക്ക് ടൈലിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇത് പാത്രത്തിൻ്റെ മൂടിയാണ്. ആ പാത്രത്തിൻ്റെ മൂടി തുളച്ചിട്ട് നമ്മളിത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ആദ്യം ഈ C ക്ലാമ്പ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ടൈറ്റാക്കി വെക്കാം. എന്നിട്ട് ഇത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്, 7 ആംപിയറിൻ്റെ. 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ അഡാപ്റ്റർ ഉപയോഗിച്ചാലും മതി കേട്ടോ. അതെ, ഇത് DC സോക്കറ്റ്. DC സോക്കറ്റിലേക്ക് നമ്മൾ കുത്തി നോക്കിയോ, കൈയൊന്നും മുറിയത്തില്ല. ഇത് ഇങ്ങനെ ഞാനിപ്പോൾ ചേർത്ത് പിടിച്ചേക്കും കേട്ടോ, നല്ല രീതിയിൽ. ഇതിൻ്റെ ടോർക്ക് ഭയങ്കര കൂടുതലാണ്, തന്നെയല്ല ഇതിൻ്റെ RPM കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇഞ്ചുറി പറ്റില്ല. പ്ലാസ്റ്റർ കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ POP ഒക്കെ ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കൊണ്ടാണ് ആ പ്ലാസ്റ്റർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈക്ക് മുറിവ് പറ്റാതിരിക്കുന്നത്. ഇതേ സെയിം കാര്യമാണ് ഇവിടെ. നമുക്ക് കൈയുടെ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം ഇതൊരു മിനിമം RPM കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കൈ മുറിയില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് കണ്ടോ. ഇനി നമുക്ക് തേങ്ങ ചിരയെ കാണിച്ചു തരാവേ. നമ്മളിതേ ഇതുപോലെ ഒരു ഡിഷ് ഇവിടെ വെച്ച് കൊടുത്തു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചിരവാൻ പറ്റുന്നുണ്ട്. ഇത് ഇഞ്ചുറി ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. ഇത് എൻ്റെ മോനെ കൊണ്ട് ഞാനൊന്ന് ചിരയിച്ച് കാണിച്ചു തരാവേ. പിള്ളേരുടെ ടോയ് വണ്ടിയിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു 18,000 RPM-ൻ്റെ 12 വോൾട്ട് ഗിയർ ബോക്സ് മോട്ടർ എടുത്തിട്ടുണ്ട്. ഒരു ചിരവനാക്ക് ലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 6001 നമ്പർ ബോൾ ബെയറിംഗ് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റൗണ്ട് പൈപ്പ്, ബെയറിങ്ങിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ളൊരു പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 ഇഞ്ചിൻ്റെ ഇതുപോലത്തെ ഒരു സ്ക്വയർ പൈപ്പ് എടുത്തിട്ട് അത് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ആ ഗിയർ ബോക്സ് മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് സ്ക്വയറിൻ്റെ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു നൈലോണിൻ്റെ റോഡ് നമ്മൾ ലൈറ്റ് ചെയ്ത് അതിന് പറ്റുന്ന ഒരു പൽചക്രം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ മോട്ടറിൻ്റെ അകത്ത് അഡാപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ നോക്കി നമ്മളൊരു ബോക്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു പൈപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്.
ഇനി ഇതിൻ്റെ രണ്ടെൻഡും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ബെൻഡ് ചെയ്ത് അതൊരു ബോക്സ് ആക്കി എടുക്കണം. അതിനു മുമ്പ് ആ മോട്ടർ പുറത്തേക്ക് അഡാപ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ തുളച്ചെടുക്കുന്നുണ്ട്. സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ രണ്ടെൻഡും മടക്കി എടുത്തിട്ട് ഒരു ബോക്സ് ആക്കി എടുക്കണം. കണ്ടോ, കറക്റ്റായിട്ട് ആ മോട്ടർ അതിൻ്റെ അകത്തേക്ക് സീറ്റിംഗ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ആ മോട്ടറിൻ്റെ ഷാഫ്റ്റ് വയ്ക്കുന്ന ആ ഒരു പോർഷൻ മാർക്ക് ചെയ്തെടുക്കണം. കൃത്യമായിട്ട് അത് മാറിപ്പോരുത്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് തുളച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചെരവനാക്കിൻ്റെ ഷാഫ്റ്റിൻ്റെ സൈസിന് നമ്മളിത് ഇതുപോലെ സ്റ്റെപ്പ് ഡ്രില്ല് വെച്ചിട്ട് തുള വലുതാക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ലെവലിന് ഈ ഒരു റൗണ്ട് പൈപ്പ് നമ്മൾ വെൽഡ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്യുകയാണ്. ബോൾ ബെയറിങ് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പൈപ്പിൻ്റെ പീസ് അവിടെ ലെവലിന് വെച്ച് വെൽഡ് ചെയ്യുന്നത്. ഇതൊക്കെ കറക്റ്റ് ലെവലിനായിരിക്കണം നമ്മൾ വെൽഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ എക്സ്ട്രാ ലെങ്തൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ബോക്സ് നല്ല രീതിയിൽ വെൽഡിങ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഒരു സി ക്ലാമ്പ് എടുത്തിട്ടുണ്ട്. ആ സി ക്ലാമ്പിൻ്റെ ടോപ്പ് ഇതുപോലെ ലെവലിന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഒരു ബോക്സിൻ്റെ താഴെ ഇതുപോലെ ലെവലിന് വെച്ചിട്ട് വെൽഡ് ചെയ്യുകയാണ്. ഇത് നല്ല രീതിയിൽ വെൽഡിങ് ചെയ്യണം. ഇനി നമുക്ക് ഈ ഗിയർ ബോക്സ് മോട്ടർ ഒന്ന് അഴിച്ചെടുക്കണം. ഇതിൻ്റെ കവറിങ്ങിൽ വരുന്ന സ്ക്രൂവിൻ്റെ അതേ പൊസിഷൻ നമ്മൾക്ക് ഈ ഒരു ബോക്സിലേക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് ഒരു 5 സ്ക്രൂ വരുന്നുണ്ട് ആ ഗിയർ ബോക്സ് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗിയർ ബോക്സിനോടൊപ്പം തന്നെ ഈ ഒരു ഫ്രെയിമും ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഹോൾ വരുന്നത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തുളച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട പുറത്തുനിന്നുള്ള ഭാഗം ഇതുപോലെ കൗണ്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഗിയർ ബോക്സ് സ്ക്രൂ ഇല്ലാതെ ഇതുപോലെ ഇറക്കിയിടാം. എന്നിട്ട് ഔട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ 5 സ്ക്രൂവും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഗിയർ ബോക്സ് നല്ല ടൈറ്റായിട്ട് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഫിറ്റായിട്ടിരിക്കും. ഇനി നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ള ആ ബോൾ ബെയറിങ് ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ പഞ്ച് ചെയ്ത് ഇറക്കുന്നുണ്ട്. അത്യാവശ്യം ടൈറ്റായിട്ട് വേണം ആ ബോൾ ബെയറിങ് ഇറങ്ങാൻ. അതായത് നമ്മൾ ആ ചെരവനാക്കിൻ്റെ ഷാഫ്റ്റ് ഈ ഒരു ബോൾ ബെയറിങ്ങിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാഫ്റ്റിന് ലൂസൊന്നും വരാൻ പാടില്ല. ഇനി നമ്മൾ നൈലോൺ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പല്ലം ഉണ്ടല്ലോ, അത് ആ ഗിയർ ബോക്സിൻ്റെ അകത്തേക്ക് വരാനുള്ളതാണ്. അതിൻ്റെ ആ ഒരു തുളച്ചെടുക്കണം. ഓൾറെഡി ചെരവനാക്കയിൽ ഒരു തുളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെവൽ നോക്കി നമ്മൾ ആ ഒരു നൈലോൺ പല്ലിലും ഇതുപോലെ തുളയിട്ടെടുത്തു. ഇനി ആ ചെരവനാക്ക് ആ നൈലോൺ പല്ലോട് കൂടി നമ്മൾ ആ ബോൾ ബെയറിങ്ങിലേക്ക് ഇതുപോലെ ടൈറ്റായിട്ട് അടിച്ചിറക്കുകയാണ്. ഇത് കണ്ടോ, കുറച്ച് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് സാരമില്ല, അതങ്ങനെ തന്നെ നിൽക്കണം. എന്നാലാണ് നമ്മുടെ ഷാഫ്റ്റ് ലൂസ് ആവാതിരിക്കുകയുള്ളൂ. 12 വോൾട്ട് DC പവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ടോർക്കിൽ ഇത് കറങ്ങുന്നുണ്ടായിരുന്നു. ഗിയർ ബോക്സിലൂടെ കയറി വരുമ്പോൾ ഈ 18000 RPM എന്നുള്ളത് ഒരു 300 RPM ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്ക് ഇഞ്ചുറി ഒന്നും പറ്റത്തില്ല. ഇനി നമ്മുടെ ബോക്സിന് ഒരു കവറിങ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അലൂമിനിയത്തിൻ്റെ ഷീറ്റാണ് വാങ്ങിയിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെ ഈ ഒരു ചെരവനാക്ക് നമ്മൾ ഊരിയെടുത്തിട്ട് ആ നൈലോണിൻ്റെ കറക്റ്റ് ഡയമീറ്റർ നോക്കിയിട്ട് ഈ ഒരു അലൂമിനിയം ഷീറ്റിൽ നമ്മൾ തുളയിട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റെപ്പ് ഡ്രില്ല് വെച്ചിട്ടാണ് ഞാൻ തുളയിട്ടെടുക്കുന്നത്. ഇതുണ്ടോ, കറക്റ്റായിട്ട് ലൂസായിട്ട് ഇറങ്ങുന്ന പോലെ. ഇനി നമുക്ക് ആ അലൂമിനിയം ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കറക്റ്റ് അളവിന് അത് ബെൻഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കൃത്യം ഇതുപോലെ മാർക്കറിന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള നൈഫിന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ആ ബെൻഡ് ചെയ്ത എഡ്ജസൊക്കെ നല്ല ഷാർപ്പായിട്ട് വരാൻ വേണ്ടി ഇതുപോലെ 4 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് തട്ടി അത് മടക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ നൈലോൺ ഹബിൻ്റെ ഒരു സ്റ്റെപ്പിൽ നട്ട് ബോൾട്ട് ഇട്ടിട്ട് ആ ഒരു ചെരവനാക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു ബോൾട്ട് എടുത്ത് പഴുപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അതായത് നട്ടും ബോൾട്ടും ഇട്ടിട്ട് ചെരവനാക്ക് ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിനുള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും ഭാഗം ഇതുപോലെ നമ്മൾ പഴുപ്പിച്ച് ഉള്ളിലേക്കാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നട്ട് ഇതുപോലെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്ത് നോക്കിയാണ്.
എന്നിട്ട് അത് ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിൽ ഇതുപോലെ ലെവലിന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ, കറക്റ്റായിട്ട് ഇതുപോലെ ഇറങ്ങണം, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അലൂമിനിയം കൊണ്ടുണ്ടാക്കിയ കവറിങ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടതിന് ശേഷം വേണം ആ നട്ട് ബോൾട്ട് ഇട്ടിട്ട് ലോക്ക് ചെയ്യാൻ. ഇനി ആ ബോക്സിലേക്ക് ഇതുപോലെ ഇറക്കി ഇടുകയാണ്. ഈ ചെരവനാക്കിൻ്റെ ഡിജിറ്റൽ ഷാഫ്റ്റ് കറക്റ്റായിട്ട് ബോൾ ബെയറിങ്ങിലേക്ക് കയറുന്ന പോലെ ആയിരിക്കണം നമുക്ക് സെറ്റ് ചെയ്യാൻ. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത അലൂമിനിയം കവർ ഈ ബോക്സിലേക്ക് ടൈറ്റായിട്ട് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നു. സെൽഫ് സ്ക്രൂ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൻ്റെ മൂടി ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ നോക്കി ഇതുപോലെ സ്റ്റെപ്പ് ഡ്രിൽ ഇട്ടിട്ട് തുളച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ ആ നൈലോൺ ബുഷിൻ്റെ സൈസിനാണ് തുളയ്ക്കുന്നത്, കുറച്ച് ലൂസ് ഇടുന്ന പോലെ. എന്നിട്ട് നമുക്ക് കവറിങ് വീണ്ടും അഴിച്ചെടുക്കണം. എന്നിട്ട് ആ കവറിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മൂടി സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത അലൂമിനിയം കവറിങ്ങും ഈ ഒരു പാത്രത്തിൻ്റെ മൂടിയും ഒരേ ലെവലിലിട്ടിട്ട് നമ്മൾ നട്ട് ബോൾട്ട് ഇട്ട് ആ ഒരു നൈലോൺ ഷാഫ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ മൂടി ഇതുപോലെ തുളച്ചിട്ട് 4 സ്ക്രൂ സെറ്റ് ചെയ്യുകയാണ്. അലൂമിനിയം കവറിങ്ങിലേക്കാണ് ആ 4 സ്ക്രൂവും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യമേ ആ ഒരു മോട്ടറിന് വേണ്ടിയിട്ട് ആ ഫ്രെയിം കട്ട് ചെയ്തപ്പോൾ അത് സ്ക്വയറിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു PVCയുടെ ഷീറ്റ് എടുത്തിട്ട് കറക്റ്റ് ഡയമീറ്റർ നോക്കി റൗണ്ടിൽ കട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ ലെങ്തൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ മോട്ടർ കവർ ചെയ്യാൻ പാകത്തിന് ഒരു പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. PVC ആണ്. അത് കറക്റ്റ് ലെവലിന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു. ഫ്ലഷ് ക്യൂക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് ആ എക്സ്ട്രാ ലെങ്തൊക്കെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഇനി നമ്മുടെ ഇലക്ട്രിക് ചിരവയ്ക്ക് ഒരു പവർ സ്വിച്ച് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സാധാരണ ഒരു ഓൺ ഓഫ് സ്വിച്ചാണ് വാങ്ങിയിട്ട് വന്നിരിക്കുന്നത്. അത് ഈ ബോഡിയിൽ നമ്മൾ അതിൻ്റെ അളവ് നോക്കി മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് സീറ്റിംഗ് ആണ്. ഇപ്പുറത്തെ വശത്ത് നമുക്കൊരു DC സോക്കറ്റ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഡ്രിൽ വെച്ചിട്ട് കറക്റ്റ് ഡയമീറ്ററിൽ തുളച്ചെടുക്കുന്നുണ്ട്. ഇനി മോട്ടർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻഡ് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എൻഡ് ഗ്യാപ്പിൽ ഇതുപോലെ തുള ഇട്ട് കൊടുക്കുന്നുണ്ട്. മോട്ടറിൻ്റെ ഹീറ്റൊക്കെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കവറിങ് ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി 2 എൻഡും ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ബോക്സിലേക്ക് തുളച്ച് കൊടുക്കുന്നുണ്ട്. തുളച്ചിട്ട് നമ്മൾ ചെറിയ സെൽഫ് സ്ക്രൂ വെച്ചിട്ടാണ് ആ ഒരു കവറിങ് ലോക്ക് ചെയ്യുന്നത്. ഉള്ളിലിരിക്കുന്ന ഗിയർ ബോക്സ് മോട്ടറിൻ്റെ പൊസിഷനൊക്കെ നോക്കിയിട്ടാണ് ഈ തുളകളൊക്കെ നമ്മൾ ഇടുന്നത്, ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് തുള പോകാത്ത രീതിയിൽ. എന്നിട്ട് ഈ കവറിങ് ഫുള്ള് നല്ല രീതിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് മിനുക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് എപ്പോക്സി പ്രൈമർ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നു. നമ്മൾ PVC കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മോട്ടർ കവറിങ്ങിനൊക്കെ ഇതുപോലെ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചു കൊടുത്തിട്ട് അത് ഡ്രൈ ആയ ഉടനെ തന്നെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് ഗിയർ ബോക്സ് ഒന്നുകൂടി അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ ടീത്തിലെല്ലാം ഇതുപോലെ നല്ല രീതിയിൽ ഗ്രീസ് ഇട്ട് കൊടുത്ത് ഗിയർ ബോക്സ് സെറ്റ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് കവറിങ്ങും ഇട്ട് ഇതുപോലെ നമ്മൾ ബോക്സിലേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മോട്ടറിൻ്റെ കണക്ഷൻ നമുക്ക് സ്വിച്ചിലേക്കും ഈ DC സോക്കറ്റിലേക്കും കൊടുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല ഗേജുള്ള DC വയർ ഇട്ടിട്ട് ഇതുപോലെ സോൾഡർ ചെയ്ത് കൊടുക്കുന്നു.
മോട്ടറിൻ്റെ പോസിറ്റീവ് ലെഗിൽ നിന്നും സോൾഡർ ചെയ്ത ഒരു വയർ എടുത്ത് സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിൽ കൊടുത്തു. സ്വിച്ചിൻ്റെ ടെർമിനലിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് നമ്മുടെ ചാർജിങ് സോക്കറ്റ് അഥവാ DC സോക്കറ്റിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തു. DC സോക്കറ്റിൻ്റെ നെഗറ്റീവ് നേരെ നമ്മൾ മോട്ടറിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്വിച്ച് ഇതുപോലെ സെൽഫ് സ്ക്രൂ തന്നെ ഇട്ടിട്ട് ഫിക്സ് ചെയ്യുകയാണ്. ഇനി DC സോക്കറ്റ് ടൈറ്റ് ചെയ്യാനുള്ള നട്ട് ഈ ഒരു വയറിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു സോക്കറ്റ് ഇതിൽ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. നെഗറ്റീവും പോസിറ്റീവും നോക്കി സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഇട്ടിട്ടാണ് സോൾഡർ ചെയ്യുന്നത്. എന്നിട്ട് അത് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഉള്ളിൽ നിന്നും ആ നട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫൈനലായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു DC അഡാപ്റ്റർ വെച്ചിട്ട് ഇത് വർക്ക് ചെയ്ത് നോക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി നമ്മുടെ മെഷീൻ്റെ ഫ്രണ്ട് പോർഷൻ മോട്ടറിലേക്ക് ഇറക്കി ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കവറിങ് എല്ലാം നല്ല രീതിയിൽ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ മോട്ടർ കവറിങ്ങും കൂടെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യുകയാണ്. അടിപൊളിയായിട്ട് നമ്മുടെ ചിരവയുടെ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഫൈനലായിട്ട് നമ്മൾ ഒന്നും കൂടെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയാണ്. 12 വോൾട്ട് ബാറ്ററിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് വർക്കാവുന്നുണ്ട്. കൂടുതൽ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ലോ RPM ഹൈ ടോർക്ക് മോട്ടർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. 100% സേഫ്റ്റി എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇത് സെയിലിന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. 2 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ചിരവയാണ്. ഒരു കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് കുറേ നാളുകളായിട്ട് നിർബന്ധിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ 100% നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.